ഇന്നലെ വൈകിട്ട് യാത്രാമധ്യേ കാർ യാത്രികരുടെ വാഹനത്തിൽ നിന്ന് സ്കൂട്ടർ യാത്രികരുടെ ദേഹത്തേക്ക് ചെളി തെറിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. കാറിന് കുറുകെ സ്കൂട്ടർ നിർത്തി കാർ യാത്രികരോട് കയർത്തു. പ്രദേശത്ത് കൂട്ടം കൂടിയ ആളുകൾ വിഷയം പരിഹരിച്ചു വിടുകയും ചെയ്തു. എന്നാൽ സ്കൂട്ടർ യാത്രികർ വീട്ടിലേക്ക് തിരിക്കുന്നതിനിടെ കാർ യാത്രികർ പിന്തുടർന്നു. സ്കൂട്ടറിന്റെ നമ്പർ മനസ്സിലാക്കാനാണ് പിന്തുടർന്നതെന്നായിരുന്നു വാദം. എന്നാൽ സ്കൂട്ടർ യാത്രികരുടെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളായി. സ്കൂട്ടർ ഓടിച്ച അക്ഷയ് വീടിന് പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് വാക്കുതർക്കമായി. ഇതോടെ അക്ഷയുടെ അച്ഛനും പുറത്തേക്ക് വന്നു. തുടർന്നാണ് ഇരുവരെയും കാറിൽ വലിച്ചിഴയ്ക്കുന്നത്. കാറിന് പിന്നാലെ സഹോദരി അൻസു കരഞ്ഞുകൊണ്ട് ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. അടിയിൽ നിന്ന് നാട്ടുകാർ വന്നപ്പോഴത്തേന് അവന്മാർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പോകണമായിരുന്നു. അപ്പോഴത്തേന് നാട്ടുകാരൊക്കെ കൈയേറ്റം കുറിച്ച് ചെയ്തു. നിർത്തി കഴിയുമ്പോൾ ചോദിച്ചപ്പോഴാണ് എന്നെയും ഇവരെ തൂക്കിയെടുക്കൊണ്ട് പോയത്. എന്നെ ഗേറ്റിൻ്റെ അടുത്തോട്ട് തള്ളിയിട്ടു. എന്നാൽ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ് കാർ യാത്രികർ. ആയുധങ്ങളുമായി ആക്രമിക്കാനാണ് ഇവർ ശ്രമിച്ചതെന്നാണ് കാർ യാത്രികരുടെ വാദം. ഓട്ടോമാറ്റിക് കാറായതിനാൽ ഡ്രൈവ് മോഡിലേക്ക് അക്ഷയ് തട്ടിയിടുകയായിരുന്നുവെന്നും ആരോപിക്കുന്നു. എന്നാൽ 1/2 കിലോമീറ്ററോളം ദൂരമാണ് വാഹനത്തിൽ അക്ഷയിനെ വലിച്ചിഴച്ചത്. ഇവർ പോവാതിരിക്കാൻ വേണ്ടി താക്കോൽ ഊരാൻ വേണ്ടി നേരെ കൈ അകത്തോട്ട് ഇട്ടതാ. അപ്പോൾ എൻ്റെ നേരെ ഈ വളയിൽ കയറിയിട്ടാണ് ആ ലെഫ്റ്റ് സൈഡിൽ സീറ്റ് ഇരുന്നത്. വളയിൽ കയറി പിടിച്ചു. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സംഭവത്തിൽ അക്ഷയും കുടുംബവും ചേരാനെല്ലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നീതിപരമായി പോലീസ് ഇടപെട്ടില്ലെന്നാണ് ആക്ഷേപം. അയാൾ മുമ്പേ പോയി വട്ടം വെച്ചില്ലാണെങ്കിൽ ഇവനെ ഇന്നലെ കൊണ്ടുപോയി എവിടെയെങ്കിലും വല്ല ഭിത്തിയോട് ചേർത്തിട്ട് ഉറപ്പായിട്ടും കൊന്നേനെ. കിട്ടിയില്ലാതെ ഉറപ്പായിട്ടും കൊന്നേനെ. നാട്ടുകാർ ചേർന്ന കാർ പോലീസിന് കൈമാറിയെങ്കിലും ഒരു നടപടിയും കൈക്കൊള്ളാതെ ഉടമകൾക്ക് പോലീസ് വിട്ടു നൽകിയെന്ന ആക്ഷേപവുമുണ്ട്. സംഭവത്തിൽ കാർ യാത്രികരും മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.